ഏറ്റവും വേദനപ്പെടുത്തുന്ന കാര്യം നീതു അവസാനമായി സംസാരിച്ചത്, പുറം ലോകത്തോട് സംസാരിച്ചത് മൂപ്പൻസ് ആശുപത്രിയുടെ ചുമതലയിലുള്ള ഡോക്ടർ ഷാനവാസ് കൈലുമായിട്ടാണ്. അദ്ദേഹവുമായി നീതു സംസാരിക്കുന്ന ശബ്ദമായിരുന്നു പുറം ലോകത്ത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മരണഭയം നിറയുന്ന വാക്കുകൾ, അതാണ് ഞങ്ങൾ എല്ലാവരും കേട്ടത്. ഏറെ വേദനപ്പെടുത്തുന്ന ഒരു ശബ്ദം. എന്താണ് നീതു അങ്ങനെ പെട്ടെന്ന് രാത്രി പുലർച്ചെ 1:30 താങ്കളെ ഫോണിൽ വിളിക്കുന്നത്? എന്തായിരുന്നു നിങ്ങൾക്കത് കേട്ടപ്പോഴുണ്ടായൊരു ഫീൽ എന്തായിരുന്നു? അന്ന് 29-ാം തീയതി ഉച്ചയ്ക്ക് കഴിഞ്ഞ ശേഷം തന്നെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ആ ഭാഗത്ത് ഈ പുത്തുമല പൊട്ടിയത് ഏകദേശം ഓഗസ്റ്റ് 8-നാണ്. ഞങ്ങളുടെ തന്നെ ഒരു സംസാരം ഉണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു പാതി ഉറക്കത്തില്ല. കാരണം ഞാൻ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്, അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോള് 1:30 വന്നപ്പോൾ തന്നെ ഫസ്റ്റ് റിങ് തന്നെ എനിക്ക് എടുക്കാൻ സാധിച്ചു. മറുതലക്ക് നീതു സഹായം, അതായത് നിലവിളിയായിരുന്നു. ഉടനെ വണ്ടി പറഞ്ഞയക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. നീതുവിനെ ഞാൻ ആശ്വസിപ്പിച്ചു. ഞങ്ങൾക്ക് മാക്സിമം പോയ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വണ്ടി അവിടെ എത്തിയിരിക്കും എന്നുള്ള പ്രോമിസ് കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അധികം ബാറ്ററി ചെലവാക്കണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക, അവിടെ എനിക്ക് ബഹളം കേൾക്കാൻ പറ്റും, മറ്റുള്ള കൂടുതൽ ആൾക്കാരൊക്കെ ബഹളം കേൾക്കാൻ പറ്റും. ചോദിച്ചു ബാക്കി ജോജോ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജോജോ ബാക്കി നൈബേഴ്സ് എല്ലാം ഉണ്ട്, അവരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വെപ്രാളായതുകൊണ്ട് കൂടുതൽ സംസാരിച്ചില്ല. അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷൻ മേപ്പാടി വിളിച്ചു. അവിടെ ബിസിയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇറ്റ്സ് മാസീവ്, സംതിങ് എല്ലാവരും അറിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ അവർക്ക് അതിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. 100-ൽ വിളിച്ചു, അവിടെയും കൺട്രോൾ റൂം ട്രിവാൻഡ്രത്ത് സംസാരിച്ചത്, അവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഫയർഫോഴ്സിന് വിളിച്ചു, ബിസിയാണ്. പിന്നീടാണ് ഞങ്ങളുടെ ആംബുലൻസ് ടീമിനെ ഓരോരുത്തരെ വിളിച്ചത്. കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിരുന്നു. ഇതുവരെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയ ആംബുലൻസിന്റെ അടുത്തേക്കും അവിടെയുള്ള ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടപ്പോൾ അവിടെ ലൊക്കേഷൻ ഞങ്ങളുടെ സ്റ്റാഫിനെ പെർമിഷൻ എടുത്ത് നീതുവിനെ വിളിക്കാൻ പറഞ്ഞു. 4 മണി വരെ ഞങ്ങൾ നീതുവിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു മനുഷ്യൻ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു സമയമായി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തോന്നിപ്പോകുമല്ലേ? നീതുവിന്റെ ശേഷം വന്ന ഒരു പൊട്ടല് അത് ആരും പ്രതീക്ഷിച്ചില്ല. അതുവരെ ഞങ്ങള് ശ്രമിച്ചിരുന്നു, ആളെത്തിയിരുന്നു. ഒരു പക്ഷേ ആ 4 മണിക്ക് മുമ്പേ ഒരു ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നീതുവിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇപ്പം വിചാരിക്കുന്ന 4 മണിക്കുള്ള പൊട്ടലിന് മുമ്പ് ഞങ്ങൾ അടുത്തെത്തി ഞങ്ങളുടെ പോയ റെസ്ക്യൂ ടീമും ആ കൂടത്ത് പോവുമായിരുന്നു അതിന് മുമ്പ് അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ. കാരണം 4 മണിക്കുള്ളതിന് ശേഷം ആരും പിന്നെ വിളിച്ചിട്ടില്ല. അതുവരെ ഞങ്ങൾ ലൈവായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും. കുറേ പേരെ, ഞങ്ങളുടെ സ്റ്റാഫ് 4 പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുറേ പേര്, 16ഓളം ആൾക്കാരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ പേര് രക്ഷപ്പെടുത്താൻ പറ്റി, പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മണ്ണടിയിലുണ്ട്.